പട്ടിത്താനം രത്നഗിരി പബ്ലിക് ലൈബ്രറിയിൽ രത്ന ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ റെയിൻബോ 2025 എന്ന പേരിൽ കുട്ടികളുടെ സർഗോത്സവത്തിന് തുടക്കമായി. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരാഴ്ചക്കാലത്തെ ഒത്തുകൂടലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവധിക്കാലം ആഘോഷമാക്കുന്നതിനും സൗഹൃദം വളർത്തിയെടുക്കുന്നതിനുമാണ് റെയിൻബോ 2025 കുട്ടികളുടെ സർഗോത്സവം ലൈബ്രറിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരം ഓരോ ലൈബ്രറികളിലും ബാലവേദി രൂപീകരിച്ചാണ് അവധിക്കാലത്ത് കുട്ടികൾക്ക് ഒത്തുകൂടുന്നതിനുള്ള ഇടമൊരുക്കുന്നത്. വിവിധ ഇനം മത്സരങ്ങൾ, കഥ, കവിത, നൃത്തങ്ങൾ, യോഗ, ചെസ്, ക്യാരംസ് പരിശീലനം, പ്രസംഗം, സംഗീതം, ചിത്രരചന, പ്രകൃതിയെ അടുത്തറിയൽ എന്നിവയെല്ലാം സർഗോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തുകൂടാം, കൂട്ടുകൂടാം എന്ന സന്ദേശവുമായാണ് മെയ് 8 മുതൽ 14 വരെ ലൈബ്രറിയിൽ സർഗോത്സവം നടക്കുന്നത്. 30 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ആനി അലോഷ്യസ്, ആനിയമ്മ ജോയി, CK ശ്രീകല, ജാൻസി തോമസ്, റോസ്ലിൻ മരിയ, റോസമ്മ ജോൺ എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ്, ഭാരവാഹികളായ PM ജോസഫ്, തോമസ് ജോർജ്, ജോയി സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്തതനുസരിച്ച് ഓരോ ലൈബ്രറികളിലും ബാലവേദി രൂപീകരിച്ച് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുകയും അവധിക്കാലം ഉല്ലാസകരമാക്കി തീർക്കുകയും ചെയ്യാനായിട്ട് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പട്ടിത്താനം, കാണക്കാരി, ഏറ്റുമാനൂർ എന്ന് വിവിധ സ്ഥലങ്ങളിലെ കുട്ടികളാണ് ഇന്ന് ഇവിടെ ഈ ബാലവേദി രൂപീകരണത്തിൽ പങ്കെടുത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. i4a ന്യൂസ്, ഏറ്റുമാനൂർ.